നമസ്കാരം. നമ്മൾ എ സി സർക്യൂട്ടുകളുടെ ഡിസ്കഷൻ തുടരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോമ്പിനേഷനുകളായി ഇൻഡക്റ്റൻസോ കപ്പാസിറ്റൻസോ റെസിസ്റ്റൻസോ ഒരു എ സി സർക്യൂട്ടിൽ വരുമ്പോൾ അവ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് പഠിച്ചു. അതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇപ്പോൾ ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ആയിട്ട് 1 by 1 ആയിട്ട് എങ്ങനെയാണ് എ സി സർക്യൂട്ടിൽ ബിഹേവ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അതിൽ നിന്നാണ് നമ്മൾ അവയുടെ രണ്ടെണ്ണം വീതമുള്ള കോമ്പിനേഷൻ സർക്യൂട്ടുകളിലേക്ക് വന്നത്. ഇനി അതിന് ഏറ്റവും ജനറൽ ആയിട്ടുള്ള സീരീസ് സർക്യൂട്ടിലാണ് നമ്മൾ പോകുന്നത്. അത് ഒരു കോമ്പിനേഷൻ ഓഫ് ആൾ ദ ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് ആൻഡ് റെസിസ്റ്റീവ് കമ്പോണൻസ്. അതിനെ നമ്മൾ LCR സർക്യൂട്ട് എന്നാണ് വിളിക്കുന്നത്. ഈ 3 കമ്പോണൻസും കൂടെ ഒരു സർക്യൂട്ടിൽ ഒരുമിച്ച് വന്നാൽ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നാണ് നമുക്ക് അവിടെ ശ്രദ്ധിക്കാം. നമുക്ക് അതിലേക്ക് കിടക്കാം. സോ ടുഡേ വി വിൽ ബി ഡിസ്കസിങ് എ സീരീസ് LCR സർക്യൂട്ട്. നമുക്ക് ആദ്യം സർക്യൂട്ട് വരയ്ക്കാം. There is an inductance, then there is a capacitance, then there is a resistance. All these things are connected in series to a voltage source, AC voltage source E. So E is the voltage source, L is the inductance, C is the capacitance, R is the resistance, and let I be the current in the circuit. Okay. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളിവിടെയും വോൾട്ടേജിനെ ആ കോംപ്ലക്സ് ഫോർമാറ്റിൽ തന്നെ എടുക്കുന്നു. വോൾട്ടേജ് EMF is the form E is equal to E0 e raised to j omega t. ഇതാണ് അവിടുത്തെ AC വോൾട്ടേജിന്റെ ഫോം. നമുക്ക് കറണ്ടിന്റെ നമുക്കറിയാം ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ഒക്കെ സർക്യൂട്ടിൽ വരുമ്പോൾ അതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ ഒബ്വിയസ്ലി ഇവ ഉള്ളപ്പോൾ കറണ്ടും വോൾട്ടേജും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കറണ്ടിന്റെ ഫോം let us take this as the form I is equal to I0 e raised to j omega t minus theta. അതായത് തീറ്റ എന്ന് പറയുന്നൊരു ഫേസ് ഡിഫറൻസ് കറണ്ടിനും വോൾട്ടേജിനും ഇടയിലുണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ തീറ്റ എത്രയാണോ നമുക്ക് മുമ്പോട്ട് ഇവാലുവേറ്റ് ചെയ്യും. അത് മൈനസ് തീറ്റ ആണോ, അത് പോസിറ്റീവ് വാല്യൂ ആണോ, നെഗറ്റീവ് വാല്യൂ ആണോ എന്നൊക്കെ നമ്മുടെ അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കറണ്ടിന്റെ വോൾട്ടേജിന്റെ ഫോം അറിയാതുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ദ ഫോം ഓഫ് ഇംപിഡൻസ് ആസ് ദ ഫോം. ഈ കോംപ്ലക്സ് ഇംപിഡൻസ് Z will be the ratio of EMF and the current. So which will be written as E0 e raised to j omega t divided by I0 e raised to j omega t minus theta. ഇത് എഴുതി വരുമ്പോൾ it will be of the form E0 by I0 e raised to j theta. j omega t താഴത്തെ j omega t ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ E0 by I0 e raised to j theta എന്ന ഫോമിൽ നമുക്ക് കിട്ടും. ഈ സർക്യൂട്ട് പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഇസഡിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിർച്ചോഫ്സ് ലോസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്യൂട്ടിൽ നിന്ന് എഴുതാവുന്ന ഇക്വേഷൻ ടോട്ടൽ EMF E will be the sum of EMF across the resistance IR plus EMF across the capacitance Q by C plus EMF across the inductance L into di by dt. അപ്പോൾ E is equal to IR plus Q by C plus L into di by dt. ഇതാണ് കിർച്ചോഫ്സ് ലോ അനുസരിച്ചിട്ട് ഈ സർക്യൂട്ടിലെ വേരിയസ് കമ്പോണൻസിന്റെ വോൾട്ടേജസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ നമുക്ക് ഇതിൽ എല്ലാ ഐയുടെ ടേംസിലേക്ക് മാറ്റാനുള്ള സൗകര്യത്തിന് നമുക്ക് IR പ്ലസ് ക്യൂവിനെ നമുക്ക് charge is basically integration of the current over time. Integral I dt will be the charge involved in the capacitor. അത് നമുക്ക് integral I dt എന്ന് എഴുതാം plus L into di by dt. This is the form of voltage involved. അപ്പോൾ നമുക്ക് ഈയുടെയും ഐയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ E becomes E0 e raised to j omega t is equal to I is I0 R e raised to j omega t minus theta plus ഈ ഇന്റഗ്രൽ ഐ ഡി ടി എങ്ങനെ വരും? I is of the form I0 e raised to j omega t minus theta. അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് I0 e raised to j omega t minus theta divided by j omega എന്ന് കിട്ടും അല്ലേ? അപ്പോൾ അതിന് that can be written as I0 divided by j
omega c e raised to j omega t minus theta. Plus similarly L into di by dt becomes L j omega L I0 e raised to j omega t minus theta. Okay. ഇതിൽ കോമൺ ആയിട്ടുള്ള ടേം നമ്മൾ നോക്കിയാൽ ഇ റേസ്റ്റ് ജെ ഒമേഗ ടി എല്ലാ ടേമിലും കോമൺ ആണെന്ന് കാണാം. സോ ദാറ്റ് ക്യാൻ ബി ക്യാൻസൽഡ് ഔട്ട്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ടേംസിന് എഴുതി കഴിഞ്ഞാൽ E0 is equal to I0. ഇതിനകത്ത് I0 ഈ കോമൺ ആണ്. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ I0 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. I0 you get R e raised to minus j theta ഇവിടെ കോമൺ ആണ്. അത് നമുക്ക് അത് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ I0 R പ്ലസ് ഈ രണ്ട് ടേമിലും j കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ j ഇൻറ്റു ഒമേഗ എൽ മൈനസ് 1 ബൈ ഒമേഗ സി ഇ റേസ് ടു മൈനസ് ജെ തീറ്റ. ഇ റേസ് ടു ജെ ഒമേഗ ടി കോമൺ ആയതുകൊണ്ട് അതെല്ലാം ക്യാൻസൽ ആയിപ്പോയി. നമുക്കിവിടെ I0 ഈ ടേംസിൽ I0യും ഇ റേസ് ടു മൈനസ് ജെ തീറ്റയും കോമൺ ആയതുകൊണ്ട് അത് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ടേം ഈസ് ആർ പ്ലസ് ജെ ഇൻറ്റു ഒമേഗ എൽ മൈനസ് 1 ബൈ ഒമേഗ സി. ഇതിനെ നമുക്കൊന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാം. On rearranging this equation, E0 by I0 e raised to minus j theta ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ E0 by I0 e raised to j theta is equal to R plus j into omega L minus 1 by omega C എന്ന് കിട്ടും. അപ്പോൾ E0 by I0 e raised to j theta എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞു. This is nothing but this is impedance Z അല്ലെ, നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ Z ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് കണ്ടെത്താം. From this it implies Z is equal to R plus j into omega L minus 1 by omega C. This is the form of impedance in this series LCR circuit. ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ മോഡുലസ് നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് Z can be written as മോഡുലസ് ഓഫ് Z is equal to square root of R square plus omega L minus 1 by omega C the whole square. Okay, കോംപ്ലക്സ് പാർട്ടിൻ്റെ സ്ക്വയർ ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയറും റിയൽ പാർട്ടിൻ്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിന്റെ മോഡുലസ് കിട്ടുന്നത്. അതുപോലെ ആർഗ്യുമെന്റ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ tan theta can be written as tan theta will be given by imaginary part L omega L minus 1 by omega C, the imaginary part divided by the real part R. So this will give you the argument of the complex number tan theta. Okay, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഫേസർ ഡയഗ്രത്തിൽ എങ്ങനെ വരയ്ക്കാം? സോ വി ഹാവ് ദ നെസസറി ഡീറ്റെയിൽ ഇൻഫർമേഷൻ ടു ഡ്രോ ദ ഫേസർ ഡയഗ്രാം. അപ്പോൾ ഇതിനകത്ത് ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ദിസ് ഇസ് ദ റിയൽ ആക്സിസ് and this is the imaginary axis. നമുക്ക് ഉറപ്പായിട്ട് വരയ്ക്കാൻ കഴിയുന്നത് കറണ്ടിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. കാരണം അത് എപ്പോഴും നമുക്കറിയാം അതൊരു ലീനിയർ റിലേഷൻ. ദേ ആർ ഇൻ ഫേസ് വിത്ത് ദ കറണ്ട് ത്രൂ ദ റെസിസ്റ്റൻസ് വിൽ ബി ഇൻ ഫേസ് വിത്ത് ദ വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാവുന്നത് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. സേ ദിസ് ഇസ് VR. എന്നിട്ട് നമുക്കറിയാം ഇൻഡക്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എപ്പോഴും ഇതിന് 90 ഡിഗ്രി എഹെഡ് ആയിരിക്കും അല്ലേ. സോ അത് നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം. സോ ദിസ് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് ഇൻഡക്റ്റൻസ്. സിമിലർലി ദിസ് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റൻസ് VC. This will be the voltage across the capacitance VC. ഇത് രണ്ടും 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. 90 ഡിഗ്രി
ഇൻഡക്റ്റൻസ് എപ്പോഴും ഇൻഡക്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 90 ഡിഗ്രി ഹെഡ് ആയിരിക്കും. കപ്പാസിറ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എപ്പോഴും 90 ഡിഗ്രി ബിഹൈൻഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇതുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും വി എല്ലും വി സിയും ഡയറക്ട്ലി ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ദർ വിൽ ബി എ ഡിഫറൻസ്. ആ ഡിഫറൻസ് എപ്പോഴും നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം സപ്പോസ് ഇഫ് ദിസ് ഇസ് ദ ഡിഫറൻസ്, ഈ വരച്ച അനുസരിച്ചിട്ട് വി എൽ ആണ് വി സിയേക്കാൾ വലുത്. സോ വി വാണ്ട് ടു നോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വി സി ആൻഡ് വി എൽ. അതിന്റെ മോഡൽസ് ആണ് നമുക്ക് അറിയേണ്ടത്. അത് വി എൽ ആണ് വലുതെങ്കിൽ ഇവിടെ ആയിരിക്കും ആ ഡിഫറൻസ് വരുന്നത്. സോ ദിസ് ഈസ് വെയർ വി എൽ മൈനസ് വി സി കംസ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് വേണം നമുക്ക് ഈ റെസിസ്റ്റൻസ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസിന്റെ വെക്റ്റർ സം എടുക്കാൻ. ഓക്കെ, so that vector sum can be written now as vector sum of these two components. This will give you the total EMF E in the circuit. Total EMF E in the circuit. അപ്പോൾ ഇതായിരിക്കും തീറ്റ എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ്. ഇവിടെ തന്നെ ആയിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ പ്രത്യേകം പറയേണ്ട കാര്യം അല്ലേ. കറണ്ട് എപ്പോഴും റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ കറണ്ട് വോൾട്ടേജ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഇവിടെ തീറ്റയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വി എൽ വി സിയേക്കാൾ വലുതാണെങ്കിൽ ഇവിടെ ആയിരിക്കും വെക്ടർ സം വരിക. ഇനി വി സി ആണ് വലുതെങ്കിൽ നമ്മളുടെ വെക്ടർ സം ഈ പ്രദേശത്തായിരിക്കും വരിക, അതായത് ഇതിന്റെ മറുവശത്തായിരിക്കും വെക്ടർ സം വരിക. അങ്ങനെയാണെങ്കിൽ തീറ്റ ഓപ്പോസിറ്റ് സൈൻ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിലേറ്റീവ് വാല്യൂ ബിറ്റ്വീൻ ഇൻഡക്റ്റൻസ് വോൾട്ടേജ് ആൻഡ് കറന്റ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റൻസ്. നമുക്ക് ആ ഓരോ വാല്യൂ നമുക്ക് ഇവിടെ പ്രത്യേകം എഴുതാൻ പറ്റും. അതായത് നമുക്കറിയാം വി എൽ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഒമേഗ എൽ ആണ്. അതുപോലെ വി സി എന്ന് പറയുന്നത് ഐ ഇൻറ്റു 1/ωc ആണ് അല്ലെ. അപ്പൊ ഈ വാല്യൂസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത് എത്രത്തോളം വോൾട്ടേജ് വലുതാണോ ചെറുതാണോ, വി സി ആണോ വി എൽ ആണോ വലുതെന്ന് തീരുമാനിക്കുന്നത്. വി എൽ ആണ് വലുതെന്നുണ്ടെങ്കിൽ തീറ്റ വിൽ ബി പോസിറ്റീവ്. ദാറ്റ് മീൻസ് കറണ്ട് വിൽ ലാഗ് ബിഹൈൻഡ് ദ വോൾട്ടേജ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 3 സ്പെഷ്യൽ കേസസ് എഴുതാൻ പറ്റും. വാട്ട് ആർ ദ സ്പെഷ്യൽ കേസസ്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ഓർ ദ വാല്യൂ ഓഫ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. നമുക്ക് ആദ്യം അതിന്റെ കറണ്ടിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എഴുതാം. കറണ്ടിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഐ ക്യാൻ ബി റിട്ടേൺ ആസ് E0 e raised to j omega t, that is the voltage EMF, divided by the impedance R plus j into omega L minus 1/ωc. So this is the instantaneous value of current in the circuit. Complex ഇതിനകത്ത് R plus j into omega L minus 1/ωc എന്ന് പറയുന്ന ഈ പാരാമീറ്റർ ആണ് ഇവിടുത്തെ ഇംപിഡൻസ് ആയിട്ടുള്ള ഇംപിഡൻസ് Z. ഓക്കെ, ഇതിന്റെ മോഡൽസ് ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് ദീസ് റിയാക്ടൻസസ് ഒമേഗ എൽ ഒമേഗ സി, ദർ ക്യാൻ ബി 3 കേസസ്. ഓക്കെ, കേസ് 1 എന്താണ്? കേസ് 1 ഈസ് ഒമേഗ എൽ ഈസ് ഗ്രേറ്റർ ദാൻ 1/ωc. ഈ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ തീറ്റ വിൽ ബി പോസിറ്റീവ്. തീറ്റ പോസിറ്റീവ് ഞാൻ അർത്ഥതാണ് I0 e raised to j into omega t minus തീറ്റ എന്നുള്ളതാണ് കറണ്ടിന്റെ ഫോം. അവിടെ തീറ്റ പോസിറ്റീവ് ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? കറണ്ട് വിൽ ലാഗ് ബിഹൈൻഡ് അപ്ലൈഡ് വോൾട്ടേജ്. ഓക്കെ, ദിസ് ഇംപ്ലൈസ് കറണ്ട് lags behind voltage. ഓക്കെ, ഒന്നാമത്തെ കേസിൽ ഒമേഗ എൽ ഇസ് ഗ്രേറ്റർ ദാൻ 1/ωc. അവിടെ തീറ്റ പോസിറ്റീവ് ആയതുകൊണ്ട് കറണ്ട് വിൽ ലാഗ് ബിഹൈൻഡ് വോൾട്ടേജ് ആൻഡ് ദ സർക്യൂട്ട് വിൽ ബിഹേവ് ലൈക്ക് എ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഓക്കെ, ഇൻഡക്റ്റൻസിലാണ് കറണ്ട് വോൾട്ടേജിനെ ഇങ്ങനെ ലാഗ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കപ്പാസിറ്റീവ് റിയാക്ടൻസിനേക്കാളും കൂടുതലാണെങ്കിൽ ദ സർക്യൂട്ട് വിൽ ബിഹേവ് like an inductive circuit. What about case 2? Case 2 is omega L is less than 1/ωc. In that case, theta will be negative. അങ്ങനെയെങ്കിൽ obviously e raised to j omega t minus theta negative ആകുമ്പോൾ this will be effectively omega t plus theta. That means the current will
current will lead voltage. Okay. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എൽ സി ആർ സർക്യൂട്ടിൽ കപ്പാസിറ്റർ ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ കപ്പാസിറ്റീവ് ആണെങ്കിലും ഇൻഡക്റ്റീവ് ആണെങ്കിലും സർക്യൂട്ട് രണ്ട് രീതിയിലാണ് സാധാരണഗതിയിൽ ബിഹേവ് ചെയ്യുന്നത്. കപ്പാസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യും, ഇൻഡക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് വോൾട്ടേജിന്റെ പിന്നിൽ ലാഗ് ചെയ്യും. പക്ഷേ ഈ എൽ സി ആർ സർക്യൂട്ടിൽ രണ്ട് കമ്പോണന്റ് ഒരുമിച്ച് വരുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണോ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണോ അളവിൽ കൂടുതൽ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് വലുത് എന്നതിനനുസരിച്ചിട്ട് ഈ സർക്യൂട്ടിൽ കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുകയോ അതിന്റെ പിന്നിൽ ലാഗ് ചെയ്യുകയോ ചെയ്യാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ വാല്യൂ ബിറ്റ്വീൻ ഒമേഗ എൽ ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് 1/ωc ദ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പോൾ 1/ωc എൽ ഒമേഗയെക്കാളും വലുതാണെങ്കിൽ ഇറ്റ് വിൽ ബിഹേവ് ലൈക്ക് എ കപ്പാസിറ്റീവ് സർക്യൂട്ട്. മറിച്ച് എൽ ഒമേഗ 1/ωc വലുതാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിഹേവ് ലൈക്ക് ആൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. അപ്പോൾ ഇനി മൂന്നാമത്തെ കേസ് എന്താണ് ഊഹിക്കാവുന്നേ ഉള്ളൂ. മൂന്നാമത്തെ കേസ് ഇത് ഈക്വൽ ആവുന്ന കേസാണ് അല്ലെ. കേസ് 3 വെൻ ഒമേഗ എൽ ഈസ് ഈക്വൽ ടു 1/ωc. അത് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് മീൻസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ദേ ആർ ഇൻ ഫേസ്. ഇൻ ഫേസ് ആകുന്നത് എപ്പോഴാണ്? ഇൻ ഫേസ് ആകുന്നത് എപ്പോഴും സർക്യൂട്ട് കറണ്ട് ഈസ് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ് വിച്ച് ഹാപ്പൻസ് വെൻ ദ സർക്യൂട്ട് ബിഹേവ്സ് ലൈക്ക് എ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. കപ്പാസിറ്റീവ് കമ്പോണന്റും ഇല്ല, ഇൻഡക്റ്റീവ് കമ്പോണന്റും ഇല്ല. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഇൻഡക്റ്റൻസ് ആൻഡ് ദ കപ്പാസിറ്റൻസ് ആർ ഈക്വൽ ഹിയർ. VC ഈസ് ഈക്വൽ ടു VL ഇൻ ദിസ് കണ്ടീഷൻ. അപ്പോൾ സർക്യൂട്ട് ബിഹേവ്സ് ലൈക്ക് എ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. ഒരു പ്യുവർ റെസിസ്റ്റൻസ് മാത്രമുള്ള ഒരു സർക്യൂട്ടായിട്ടായിരിക്കും ഈ കണ്ടീഷനിൽ അത് ബിഹേവ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ എസെൻഷ്യൽ കണ്ടീഷൻ? ദ കണ്ടീഷൻ ഈസ് ഒമേഗ എൽ ഈസ് ഈക്വൽ ടു 1/ωc. ഇത് നമ്മൾ എൽ സി സർക്യൂട്ടിൽ കണ്ട ഒരു കണ്ടീഷനാണ്. അറ്റ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ദീസ് ടു വാല്യൂസ് ബിക്കം ഈക്വൽസ്. ആ ഫ്രീക്വൻസി നമുക്ക് ഒമേഗ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഒമേഗ ആർ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 1/LC ഓർ ഒമേഗ ആർ വിൽ ബി ഗിവൺ ബൈ omega r will be given by 1/√LC. ആംഗുലർ ഫ്രീക്വൻസിക്ക് പകരം ഫ്രീക്വൻസിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ FR is equal to 1/2π into √LC. ഫ്രീക്വൻസിയുടെ വാല്യൂ ഈ പർട്ടിക്കുലർ വാല്യൂ ആകുമ്പോൾ സർക്യൂട്ടിൽ കപ്പാസിറ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും ഇൻഡക്ടൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും ഈക്വൽ ആവുകയും ഈ LCR സർക്യൂട്ട് ഒരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്യും. ഇവിടെ എത്തുമ്പോൾ ഇംപെഡൻസ് Z becomes equal to R. ഈ കണ്ടീഷനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ എൽ സി സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് കമ്പോണന്റ് ഇല്ലാത്തതുകൊണ്ട് അത് ഈക്വൽ ടു 0 ആകുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ജനറലി എല്ലാ സർക്യൂട്ടുകളിലും റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് നമ്മൾ റെസിസ്റ്ററായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ പോലും കണക്ഷൻ വയറുകൾക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സർക്യൂട്ടുകളിലും റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ആയിട്ടുള്ള സർക്യൂട്ട്. LCR സർക്യൂട്ടിൽ എപ്പോഴും when omega c is equal to 1/, when omega L is equal to 1/ωc, the circuit attains a condition called resonance. A resonance will impedance will be equal to the resistance and the circuit will behave like a purely resistance circuit. In particular case, when the EMF and current will be in phase, the current will be maximum. കാരണം ZR ആകാന്ന് പറഞ്ഞാൽ ഇതിൽ താഴേക്ക് ഇനി ഇംപെഡൻസ് പോകാനില്ല. This is actually the minimum value of resistance. Minimum resistance എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബോത്ത് ഇംപെഡൻസ് ആണ്, മിനിമം ഇംപെഡൻസ് ആണ്. മിനിമം ഇംപെഡൻസിൽ മാക്സിമം കറണ്ട് ആയിരിക്കും അല്ലെ. ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ അതിലൂടെ കറണ്ടിന്റെ ഫ്ലോയെ തടസ്സം സൃഷ്ടിക്കുന്നതിനാണ് ഇംപെഡൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇംപെഡൻസ് മിനിമം ആകുമ്പോൾ അവിടുത്തെ കറണ്ട് മാക്സിമം ആയിട്ട് മാറും. സോ ദിസ് LCR circuit at this condition is called a series resonance circuit. Okay, so this condition is called resonance. അപ്പോൾ ഈ റെസൊണൻസിൽ ഈ കണ്ടീഷൻ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ വെൻ അറ്റ് റെസൊണൻസ് നമ്മൾ പറഞ്ഞതുപോലെ when the circuit is at resonance, what happens? Z becomes equal to R. So this is the condition for resonance. And the frequency R will be equal to 1/2π into √LC. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെയാണ്. ഇനി നമുക്ക് ഈ കറണ്ടിനെ ഗ്രാഫിക്കലായിട്ട് അത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു
എന്നൊന്ന് വരച്ചു. അതായത് കറണ്ട് ഹൗ ഡസ് ദ കറണ്ട് ബിഹേവ്സ് ഇൻ ദിസ് കണ്ടീഷൻ ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഫ്രീക്വൻസി. ഇതൊരു ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ ഗ്രാഫിൻ്റെ എക്സ് ആക്സിസിൽ നമ്മൾ ഫ്രീക്വൻസി പ്ലോട്ട് ചെയ്യുന്നു. എക്സ് ആക്സിൽ നമ്മൾ ഫ്രീക്വൻസി പ്ലോട്ട് ചെയ്യുന്നു. വൈ ആക്സിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് കറണ്ട് ആണ്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സോ ദർ വിൽ ബി എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ക്യാൻ വേരി ബിറ്റ്വീൻ എനി വാല്യൂ. സോ ദർ ഇസ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി കോൾഡ് FR. റെസൊണന്റ് ഫ്രീക്വൻസിയിൽ കറണ്ട് മാക്സിമം ആയിരിക്കും. ഈ ഫ്രീക്വൻസി ഈ FR-നെക്കാളും കൂടുതലോ കുറവോ ആണെങ്കിൽ, ഫ്രീക്വൻസി ഇതിനേക്കാളും കൂടുതലോ കുറവോ ആണെങ്കിൽ ദാറ്റ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് വിൽ ബി ലെസ് ദാൻ ദ മാക്സിമം. അപ്പോൾ നമ്മൾ അതിനെ ഗ്രാഫിക്കലായിട്ട് വരച്ചാൽ the curve will look something like this. Okay, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരച്ചാൽ റെസൊണൻറ്റ് സർക്യൂട്ട് ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഷേപ്പ് ഉണ്ടാകുക. ഓക്കെ, അതായത് FR എന്ന് പറയുന്ന സ്ഥലത്ത്, FR എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലായിരിക്കും കറണ്ടിൻ്റെ വാല്യൂ മാക്സിമം. സോ ദിസ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് I0 ഹിയർ. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? വെൻ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു FR. ഫ്രീക്വൻസി അതിനേക്കാളും കൂടുതലോ കുറവാണെങ്കിൽ കറണ്ടിന്റെ വാല്യൂ I0യെക്കാളും താഴെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അറ്റ് ദിസ് കണ്ടീഷൻ, ഈ FR എന്ന് പറയുന്ന കണ്ടീഷന്റെ പ്രത്യേകത അവിടെ എന്താണ്? Z ഈസ് ഈക്വൽ ടു R ആയതുകൊണ്ടാണ് അവിടെ FR സംഭവിക്കുന്നത്. ഓർ FR ഈസ് ഈക്വൽ ടു 1/2π റൂട്ട് ഓഫ് LC. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കറണ്ട് കൂടി കുറയുന്ന ഒരു കർവാണ് ശരിക്കും റെസൊണൻസിനെ സൂചിപ്പിക്കുന്ന കർവ്. ഇതിൽ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര ആയിരിക്കും? I0 will be given by E0, the maximum value of EMF divided by root of L omega root of R square plus omega L minus 1/omega C the whole square. ഇതാണ് ജനറലി ഒരു LCR സർക്യൂട്ടിലെ കറണ്ടിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഈ മാക്സിമം തന്നെ ഒമേഗ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? ആ ഒമേഗ R ആവുമ്പോൾ ഒമേഗ L is equal to 1/omega R C ആവും. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അവിടെ ഈ I0യുടെ മാക്സിമം വാല്യൂ, പീക്ക് കറണ്ട് ഏറ്റവും മാക്സിമം വാല്യൂ ആയിട്ട് മാറും. സോ അറ്റ് ദിസ് കണ്ടീഷൻ I0 വിൽ ബി ഗിവൺ ബൈ അറ്റ് റെസൊണൻസ്. ദ കറണ്ട് I0, മാക്സിമം കറണ്ട് I0 വിൽ ബി ഈക്വൽ ടു E0/R. അപ്പോൾ ഇതാണ് നമ്മൾ എപ്പോഴും കാണേണ്ടത്. ഇവിടെ ശ്രദ്ധിച്ചാൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R. അതിൻ്റെ അർത്ഥം എന്താണ്? റെസിസ്റ്റൻസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ I0യുടെ വാല്യൂ കുറവായിരിക്കും അല്ലേ? അതായത് ഈ കറണ്ടിന്റെ ഈ റെസൊണൻസ് കർവിൽ ഈ പീക്ക് എത്ര ഹൈ ആണ് എന്ന് തീരുമാനിക്കുന്നത് സർക്യൂട്ടിൽ എത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ട് എന്നിവിടെ തീരുമാനിക്കും. if resistance is equal to, if resistance R is equal to 0, this current I0 becomes maximum അല്ലേ? അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആവുന്നത്. അപ്പോൾ ആ കർവിനെ നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. So this will be infinite value of current when the resistance R is, so this is the curve corresponding to R is equal to 0. Okay, റെസിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ പീക്ക് ഇങ്ങനെ താഴ്ന്നു പീക്കിന്റെ വാല്യൂ താഴ്ന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഈസ് സേ R1, ദിസ് ഈസ് സേ R2, ദിസ് ഈസ് R3. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് R1 ഈസ് ലെസ് ദാൻ R2 ഈസ് ലെസ് ദാൻ R3. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ R3 റെസിസ്റ്റൻസ് ഏറ്റവും കൂടിയ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിന്റെ ഈ പീക്ക് വാല്യൂ, കറണ്ടിന്റെ പീക്ക് വാല്യൂ R കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? സോ ദ കർവ് ഓഫ് I against F for different values of R is plotted here. When the resistance increases or when the resistance in the circuit increases, the sharpness of this resonance curve decreases. അപ്പോൾ ഇവിടെ ഈ കർവ് എത്രത്തോളം കൂർത്തതാണ് അതിനെയാണ് നമ്മൾ ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് എന്ന് പറയുന്നത് ഈ കർവ് എത്രത്തോളം ഷാർപ്പാണ്, അല്ലെങ്കിൽ അതിന്റെ അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഇത് കൂടുതൽ, ഈ കർവ് കൂടുതൽ ഷാർപ്പായിട്ട് മാറും. റെസിസ്റ്റൻസ് 0 ആകുമ്പോൾ ഇതിന്റെ മുകളിലത്തെ ടോപ്പ് അത് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നതുകൊണ്ട് അതിന്റെ ഷാർപ്നെസ് ഇൻഫിനിറ്റി ആയിട്ട് മാറുന്നതൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഈ കർവ് എത്രത്തോളം ഷാർപ്പാണ് എന്നാണ് നമ്മൾ പല സർക്യൂട്ടുകളിൽ നോക്കുന്നത്. നമുക്ക് ഈ കർവ് ഷാർപ്പ് ആകേണ്ട ആവശ്യമുണ്ട്. സോ വി കോൾ അതിനൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് എന്ന് തന്നെയാണ്. ഷാർപ്നെസ് ഓഫ് റെസൊണൻസ്. ഈ ഷാർപ്നെസ് ഓഫ് റെസൊണൻസിന് ആ റെസൊണൻസ് കർവ് ഒരിക്കൽ കൂടെ അത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് ഇത് ഒരിക്കൽ കൂടെ വരയ്ക്കാം. സോ ദിസ് ഈസ് ഹൗ
This is a particular value of frequency for which resonance occurs, and the curve will be of the form okay. So this is the maximum value of current. This is where the maximum value of current I0 happens. Okay. Maximum value of current, here the power will be maximum. Power maximum okay. Now, power say at this point, power is the half of maximum power. A circuit maximum power P max by 2. Corresponding frequency, we can see that there are two frequencies corresponding to the particular value of power. Maximum power half two frequencies. So there are two frequencies, say F1 and F2, where the power in the circuit is half of the maximum power. F1, F2. F1 F2 the sharpness of resonance is defined by the equation Fr divided by F2 minus F1. F2 minus F1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പർട്ടിക്കുലർ ഫ്രീക്വൻസിയും ഈ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ. FR എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ റെസൊണൻസ് സംഭവിക്കുന്ന ഫ്രീക്വൻസി. ആ റെസൊണൻസ് സംഭവിക്കുന്ന ഫ്രീക്വൻസിയെ ഈ F2 മൈനസ് F1 എന്ന് പറഞ്ഞ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഷാർപ്നെസ് ഓഫ് റെസൊണൻസ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ F2ഉം F1ഉം തമ്മിലുള്ള ഡിഫറൻസ് കുറവാണെന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ പോയിന്റ് അടുത്തടുത്താണ്. ഈ പോയിന്റ് അടുത്തടുത്താണെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് ഈ കർവ് കൂടുതൽ ഷാർപ്പായിരിക്കും. അപ്പോൾ ഈ ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് എന്താണ് എന്നതിൻ്റെ ഒരു മെഷറായിട്ട് നമുക്ക് ഈ റേഷ്യോയെ ഉപയോഗിക്കാം. FR ഡിവൈഡഡ് ബൈ F2 മൈനസ് F1 അല്ലേ. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പവർ ബിക്കംസ് ഹാഫ് ഓഫ് ദ മാക്സിമം പവർ. ഓക്കെ. പവർ P ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. പവർ പകുതിയാകുമ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള പ്രോഡക്റ്റ് പകുതിയാകണം അല്ലേ. അപ്പോൾ ബേസിക്കലി പവർ P/2 ക്യാൻ ബി റിട്ടേൺ ആസ് V/√2 ഡിവൈഡഡ് ബൈ I/√2 അല്ലേ. വോൾട്ടേജിൻ്റെ എന്നാൽ മാത്രമേ പവറിൻ്റെ പകുതി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അറ്റ് ദിസ് പർട്ടിക്കുലർ സിറ്റുവേഷൻ, ഓക്കെ, സിൻസ് ദ കറണ്ട് അറ്റ് ദ ഫ്രീക്വൻസീസ് F1 ആൻഡ് F2 അവിടെ എത്തുമ്പോൾ പവർ പകുതി ആകേണ്ടതുള്ളതുകൊണ്ട് അവിടെ കറണ്ട് I will be current at these points F1 and F2 will be equal to I0 divided by √2. P കറണ്ടിന്റെ 1/√2 ടൈംസ് ആയിരിക്കും. കാരണം അവിടെ വെച്ചാണ് പവർ പകുതിയായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിപ്പോൾ ചിലപ്പോൾ വളരെ വലിയ വാല്യൂ ആയിട്ട് പോകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം റെസൊണൻസ് കർവ് ഫ്ലാറ്റ് ആണെന്ന് പറയും. ഇഫ് ദ ആംപ്ലിറ്റ്യൂഡ് റിമെയിൻസ് മോർ ഓർ ലെസ് ദ സെയിം അറ്റ് ദ പീക്ക് ഓവർ ആൻ അപ്രീഷിയബിൾ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി, അതായത് ഇങ്ങനെ കൂടി കുറയുന്നതിന് പകരം ഈ കർവ് കുറച്ചുകൂടി പതുക്കെയാണ് കൂടി കുറയുന്നതെങ്കിൽ, സേ ഇഫ് ദിസ് ഇസ് സംവെയർ ലൈക്ക് ദിസ്, ഈ വേരിയേഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ പീക്കിനെക്കാളും താഴ്ന്ന ഒരുപാട് താഴെയാണ്. ഓക്കെ. അപ്പോൾ F1 മൈനസ് F2 വിൽ ബി വെരി ലാർജ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാർപ്നെസ് കുറവായിരിക്കും. ആൻഡ് ദാറ്റ് കേസ് വി വിൽ സേ ദാറ്റ് ദ റെസൊണൻസ് ഈസ് ഫ്ലാറ്റ്. അപ്പോൾ നമുക്ക് എപ്പോഴും റെസൊണൻസ് ഷാർപ്പ് ആകേണ്ട ആവശ്യമുണ്ട്. മുമ്പോട്ട് പഠിക്കും റെസൊണൻസ് ഷാർപ്പാണോ ഫ്ലാറ്റ് ആണോ എന്ന് പറയുന്നതിനുള്ള ഒരു മെഷറായിട്ടാണ് നമ്മൾ ഈ റേഷ്യോയെ ഉപയോഗിക്കുന്നത്. റെസൊണൻസ് ഫ്രീക്വൻസി FR ഡിവൈഡഡ് ബൈ F2 മൈനസ് F1. ഈ F2നെയും F1നെയും നമ്മൾ പേരിട്ട് വിളിക്കും. F1 ആൻഡ് F2 ആർ കോൾഡ് ഹാഫ് പവർ ഫ്രീക്വൻസീസ്. എന്തുകൊണ്ടാണ്? അവിടെ വെച്ചിട്ടാണ് സർക്യൂട്ടിലെ പവർ മാക്സിമത്തിൽ നിന്നും പകുതിയായിട്ട് കുറയും. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഫ്രീക്വൻസികളെ നമ്മൾ വിളിക്കുന്നത് ഹാഫ് പവർ ഫ്രീക്വൻസീസ് എന്നാണ്. ഓക്കെ. അപ്പോൾ ഇനി ഒരു പാരാമീറ്റർ ഇവിടെ നമ്മൾ ഒന്ന് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ക്വാളിറ്റി ഫാക്ടർ. ക്വാളിറ്റി ഫാക്ടർ ഓർ സിംപ്ലി വാട്ട് ഈസ് കോൾഡ് Q ഫാക്ടർ. ക്വാളിറ്റി ഫാക്ടർ, Q ഫാക്ടർ. ഇത് നമ്മൾ വിളിക്കുന്നത് ദിസ് ഇസ് the ratio of potential drop across the inductor or capacitor at resonance and the EMF applied in the circuit. Q factorന്റെ definition ഇങ്ങനെയാണ്. Q factor Q is equal to current across the voltage across the inductor
I into omega r L, or ഇതിനെ നമ്മൾ I into R കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Or this will be equal to, at inductance, at resonance, this will also be equal to I into 1 by omega R into C divided by R into I. ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഈസ് ബേസിക്കലി നമുക്ക് പറയാവുന്നത് ഇറ്റ് ഈസ് വി സി ഓർ വി എൽ ഡിവൈഡഡ് ബൈ വി ആർ. ഓക്കെ, വി സി ആണ് 1 by omega r c into I by omega r c ആണ് വി സി. അതുപോലെ L omega r ഡിവൈഡഡ് ബൈ I into L omega r ആണ് വി എൽ. അതിനെ നമ്മൾ വി ആർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത്. ഈ ഓർ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അറ്റ് റെസൊണൻസ് വി സി ഈസ് ഈക്വൽ ടു വി എൽ. അപ്പോൾ ഇതിൽ ഏതെടുത്താലും മതി. സോ അതിൻ്റെ റേഷ്യോയാണ് നമ്മൾ ക്വാളിറ്റി ഫാക്ടർ എന്ന് വിളിക്കുന്നത്. Quality factor Q is defined as the ratio of voltage drop across the inductor or the capacitor and the voltage drop across the resistor. അല്ലേ? അപ്പോൾ ഇതിനകത്ത് I കോമൺ ആയതുകൊണ്ട് you can write this as Q is equal to L omega R into L divided by R, or 1 by omega RC into capital R. So this is the definition of quality factor. അപ്പോൾ ഈ ക്വാളിറ്റി ഫാക്ടറും റെസൊണൻസിൻ്റെ ഷാർപ്നെസ്സും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ക്വാളിറ്റി ഫാക്ടർ എന്താണ് എന്നത് മെൻഷൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ക്വാളിറ്റി ഫാക്ടർ ഇസ് ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ കപ്പാസിറ്റർ ഓർ ദ ഇൻഡക്ടർ ടു ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റർ. സോ ഇറ്റ് വിൽ ബി പ്രാക്ടിക്കലി ഈക്വൽ ടു ഒമേഗ ആർ എൽ ഡിവൈഡഡ് ബൈ ആർ or 1 by omega r c r. ഓക്കെ, ഇത് ഈ ക്വാളിറ്റി ഫാക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് റെസൊണൻസിൽ മാത്രമാണ്. ഓക്കെ, അതെപ്പോഴും ഓർത്ത് വെക്കുക. ഒരു സർക്യൂട്ടിൽ, ഒരു LCR സർക്യൂട്ടിൽ റെസൊണൻസ് വരുമ്പോൾ എന്താണ്? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ കപ്പാസിറ്റൻസും വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഇൻഡക്റ്റൻസും ഈക്വൽ ആവും. ആ കണ്ടീഷനിൽ ഈ വോൾട്ടേജും റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ ക്വാളിറ്റി ഫാക്ടർ എന്ന് വിളിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ക്വാളിറ്റി ഫാക്ടർ കൂടുമ്പോൾ റെസൊണൻസ് കൂടുതൽ ഷാർപ്പായിട്ട് മാറും എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ LCR സർക്യൂട്ട് 3 കമ്പോണന്റുകൾ ഒരുമിച്ചൊരു AC സർക്യൂട്ടിൽ വരുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അവിടെ നമ്മൾ കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുകയോ ലാഗ് ചെയ്യുകയോ ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ വാല്യൂ ബിറ്റ്വീൻ VC ആൻഡ് VL. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണോ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണോ കൂടുതൽ എന്നതിനനുസരിച്ചിട്ടായിരിക്കും അവിടെ കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്നു അതോ ലാഗ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ നമ്മൾ 3 കണ്ടീഷൻസ് പറഞ്ഞു. അതിൽ 3ാമത്തെ കണ്ടീഷനാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. അവിടെ കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഈക്വൽ ആകുമ്പോൾ ഇമ്പിഡൻസ് പ്യൂർലി റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നു, കറണ്ട് മാക്സിമം ആയിട്ട് മാറുന്നു. മിനിമം ഇമ്പിഡൻസ് ആൻഡ് മാക്സിമം കറണ്ട് അതൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് സംഭവിക്കുന്നത്. ആ ഫ്രീക്വൻസിയിൽ കറണ്ട് മാക്സിമം ആകുമ്പോൾ പവർ മാക്സിമം ആയിരിക്കും. അതിന്റെ പകുതി പവർ കൺസ്യൂം ചെയ്യുന്ന 2 ഫ്രീക്വൻസികൾ ഉണ്ടാവും. ആ ഫ്രീക്വൻസികളെ നമ്മൾ ഹാഫ് പവർ ഫ്രീക്വൻസീസ് എന്ന് വിളിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഷാർപ്നെസ് ഓഫ് റെസൊണൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്ന Q ഫാക്ടർ. അതുകൂടി നമ്മൾ റെഫർ ചെയ്യുന്നു. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ബൈ.